ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് മാഷിത ബീവി റളിയല്ലാഹു അൻഹായുടെ ചരിത്രമാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ഓ ജിബ്രീൽ, എവിടെ നിന്നാണ് ആ പരിമളം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് ഖബറിൽ നിന്നാണ്. പ്രവാചകൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാണത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പ്രവാചകന്റേതൊന്നുമല്ല, അതൊരു അടിമ പെണ്ണിന്റെയും അവരുടെ 3 മക്കളുടെയും ഖബറാണ്. ഖിയാമത്ത് നാൾ വരെ ആ ഖബറിൽ നിന്നും ഈ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്ചര്യത്തോടെ മലക്കിനോട് ചോദിച്ചു, ഇത്രയും വലിയ മഹോന്നതത്തിലെത്താൻ ആ അടിമ പെണ്ണ് എന്ത് പുണ്യമാണ് ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവം വിവരിച്ചു കൊടുത്തു. അവൾ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ അടിമ സ്ത്രീയായിരുന്നു. പേര് മാഷിത. അവൾ ആരാരും അറിയാതെ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം അവളോട് പറഞ്ഞു, മാഷിത, നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം. ഒരു ദിവസം അവൾ മോളുടെ മുടി ചീക്കി കൊടുക്കാൻ ചീർപ്പ് കയ്യിലെടുത്ത ഉടനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഇത് ഫറോവ അറിഞ്ഞു. തന്റെ കൊട്ടാരത്തിലെ ദാസി അടിമപ്പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ അരിശം കൊള്ളിച്ചു. മാഷിതയെ വിളിച്ച് അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മാഷിത ബീവി പിന്തിരിഞ്ഞില്ല. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനായി വലിയൊരു തീക്കുണ്ടാരം പണിതു. അതിൽ തീ കത്തിച്ചൊരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു. ആ അഗ്നികുണ്ടാരത്തിനരികെ മാഷിത ബീവിയെ കൊണ്ടുവന്ന് ഫിർഔൻ പറഞ്ഞു, മാഷിത, ഇത് നിനക്കുള്ളതല്ല. നിന്റെ 3 മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ്. എന്ത് പറയുന്നു നീ? നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നോ ഇല്ലയോ? മാഷിത ബീവി പറഞ്ഞു, ഇല്ലേ ഇല്ല. എന്നെയും എന്റെ 3 മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാമിൽ നിന്ന് പിറകോട്ടില്ല. മാഷിത ബീവിയുടെ ഉറച്ച തീരുമാനം. ഇത് കേട്ട് രോഷാകുലരായ ഫറോവയും അനുയായികളും അഗ്നി കൊണ്ട് തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് മാഷിത ബീവിയുടെ 7 വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്നു. ആ തിളക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയെ ഇട്ട് കരിച്ചു കളയാൻ അടുപ്പിനരികിൽ വെച്ച് ഫിർഔനിന്റെ കിങ്കരന്മാർ ചോദിച്ചു, ഹേ മാഷിത, നിന്റെ കുട്ടിയെ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോവുകയാണ്. നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന്? ഈ ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല. പക്ഷേ മാഷിത ബീവി തന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു പറഞ്ഞു, മോളെ, നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനെയാണ്. പോയിക്കൊള്ളൂ. റബ്ബിന്റെ രാജസന്നിധിയിലേക്ക് സ്വർഗീയാരാമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇത് കേട്ട ഫറോവയും കൂട്ടരും കുട്ടിയെ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ കുട്ടിയെയും അതുപോലെ ആ മാതൃഹൃദയത്തിന്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തി. അപ്പോഴും മാഷിത പറഞ്ഞു, ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ്, ഏക ഇലാഹാണ്. അവർ പിന്തിരിഞ്ഞില്ല. അവസാനം 7 മാസം പ്രായമുള്ള 3ാമത്തെ കുട്ടിയായ ചോരക്കുഞ്ഞിനെ എണ്ണയിലേക്ക് ഇടാൻ പോകവേ ആ മാതാവ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. താലോലിച്ച് താരാട്ടുപാടി കവിളിൽ മുത്തം കൊടുത്ത് മടിയിൽ വെച്ച് ഉറക്കിയിട്ട് കൊതി തീർന്നിട്ടില്ല, ലാളിച്ച് ആശ തീർന്നിട്ടില്ല. എന്റെ കൊച്ചു പൈതലാണല്ലോ കത്തി കരയാൻ പോകുന്നത്. വാവിട്ട് കരയുകയാണ് മാഷിത. മാഷിത ബീവിയുടെ ഈമാനിൽ ചെറിയൊരു അംശം കുറവ് വന്നപ്പോൾ എണ്ണയുടെ അരികിൽ നിന്നും 7 മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞ് വിളിച്ചു പറയുകയാണ്, ഉമ്മ, കരയല്ല ഉമ്മ, വ്യസനിക്കല്ല ഉമ്മ, നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ലയോ ഉമ്മ? ഉമ്മ, റബ്ബിന്റെ സ്വർഗീയാരാമത്തിൽ നിന്ന് നമുക്ക് കണ്ടുമുട്ടാം. കൊച്ചു പൈതലിന്റെ അത്ഭുത വാക്ക് കേട്ട മാഷിത ബീവി ഓടിച്ചെന്ന് തന്റെ കുഞ്ഞു പൈതലിനെ വാരിയെടുത്ത് മുത്തം കൊടുത്ത് ശത്രുക്കളോടായി പറഞ്ഞു, ഇല്ല ഇല്ലേ ഇല്ല, ഞാൻ പിന്മാറില്ല. അഹദ് അഹദ്, അല്ലാഹു അഹദ്. അങ്ങനെ ആ കൊച്ചു പൈതലിനെയും കരിച്ചു കൊന്നുകളഞ്ഞു ആ ദുഷ്ടന്മാർ. തന്റെ 3 മക്കളെയും തന്റെ കൺമുന്നിലിട്ട് തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് കത്തിക്കരിച്ചപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്ന് അണു പിറകോട്ട് പോകാത്ത മാഷിത ബീവിയോട് ഫറോവയുടെ ചോദ്യം, മാഷിത, ഇനി നിന്നെയാണ് ഈ എണ്ണയിലേക്ക് എറിഞ്ഞ് കരിക്കാൻ പോകുന്നത്. പറയൂ, എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? മാഷിത ബീവി പറഞ്ഞു, കത്തിക്കരിഞ്ഞ എന്നെയും മക്കളെയും നിങ്ങൾ ഖബറടക്കുമ്പോൾ എന്റെ ഖബറിൽ വെക്കണം. ഞങ്ങളെ ഒരുമിച്ച് ഖബറടക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം ആ ചരിത്ര സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവസാനം പറഞ്ഞു, ഇതാണ് നബിയെ ആ അടിമ സ്ത്രീ ചെയ്ത പുണ്യം. ഈ ഒരൊറ്റ കാരണത്താലാണ് അന്ത്യനാൾ വരെ ആ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വളരെ ചെറുപ്പത്തിൽ സംസാരിച്ച 4 കുട്ടികളുണ്ട്. ഒന്ന് മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാമാണ്. ഒന്ന് ജുറൈജ് തങ്ങളോട് സംസാരിച്ച കുട്ടിയാണ്. 3 യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ സാക്ഷിയാണ്. 4 ഫറോവയുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ മാഷിത ബീവിയുടെ പുത്രിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും മാഷിത ബീവിയോടൊപ്പം സ്വർഗീയാരാമത്തിൽ വെച്ച് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.